ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വൂണ്ട് ഹീലിംഗ് ഇൻ ദ സ്കിന്നിൽ എങ്ങനെയാണ് ബേസിക് ആയിട്ട് വൂണ്ട് ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ, അതിൻ്റെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് സെല്ലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. സോ റീജനറേഷനും റിപ്പയറുമാണ് ബേസിക്കലി ഈ ഒരു റിസ്റ്റോറിങ്. ഒരു ഇഞ്ചറി വന്നാൽ, ഒരു മുറിപ്പാട് വന്നു കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടിഷ്യൂവിൻ്റെ കാര്യങ്ങൾ. അത് മാത്രമല്ല ടിഷ്യൂസിൽ തന്നെ ഈ സ്കാർസ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ അത് പിന്നുള്ള ഹീലിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം സ്കിന്നുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സെൽസുമായി ബന്ധപ്പെട്ടും തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും പഠിച്ച ക്ലാസ്സിൽ കാര്യം മനസ്സിലായി, എന്തൊക്കെയാണെന്ന് മനസ്സിലായി. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത് സെൽ സൈക്കിളാണ്. നമുക്ക് ആദ്യം സെൽ സൈക്കിൾ അറിയണം. സെൽ സൈക്കിൾ അറിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. സോ ഞാൻ ആദ്യം സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ +2 ബയോളജിയിലൊക്കെ പഠിച്ച കാര്യം തന്നെയാണ്. സോ ബേസിക്കലി വൂണ്ട് ഹീലിംഗ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇത് വരയ്ക്കാം കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എം ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എം ഫേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, മൈറ്റോട്ടിക് ഫേസ് ആണ്. സോ ബേസിക്കലി സ്റ്റാർട്ടിങ് ആണ് അല്ലേ. സോ മൈറ്റോസിസ് നടക്കുന്ന ഫേസിനെയാണ് നമ്മൾ എം ഫേസ് എന്ന് പറയുക. സെൽ ഡിവിഷൻ ഒക്കർ ചെയ്യുന്ന ഒരു ഭാഗമാണ് എം ഫേസ്. സോ ബേസിക്കലി ഒരു സീറോ ഫേസും കൂടെ ഉണ്ട്, പക്ഷെ നമ്മളത് കൺസിഡർ അധികം ചെയ്യാറില്ല എന്നുള്ളതാണ്. സോ രണ്ടാമത്തെ G1 ഫേസ് ആണ്. G1 ഫേസ് എന്ന് വെച്ചാൽ ഡോട്ടർ സെൽസ് ആണെങ്കിൽ മൈറ്റോസിന് ശേഷം വരുന്ന ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുക, G1 ഫേസ് എന്ന് പറയുക. സോ എം ഫേസ് ആയി, G1 ഫേസ് ആയി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫേസിന്റെ പേര് പഠിക്കുക, അതിനുശേഷം ബാക്കിയുള്ള നമുക്ക് നോക്കാം. അതിനുശേഷം ഉള്ളത് S ഫേസ് ആണുള്ളത്. S ഫേസ് ആണ് ഇവിടെ DNA സിന്തസിസ് ആണ് നടക്കുന്നത് കേട്ടോ. സോ കൂടുതലും DNA സിന്തസിസും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് G2 ഫേസ് ആണ്. സോ G2 ഫേസ് എന്ന് പറഞ്ഞാൽ സെൽ ഗ്രോത്ത് ആണ് കേട്ടോ. എന്താണ്, സെൽ ഗ്രോത്ത് നടക്കുക കേട്ടോ. ആൻഡ് G0 ഫേസ് ആണ് റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി സീറോ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. സോ അത് തന്നെയാണ് G0 ഫേസ്. സോ ഇത്രയുമാണ് നമുക്ക് ഉള്ളത് കേട്ടോ. സോ ബേസിക്കലി എന്തൊക്കെ പറഞ്ഞു, M ഉണ്ട്, G1 ഉണ്ട്, S ഉണ്ട്, G2 ഉണ്ട്, G0 ഉണ്ട്. ചില ആൾക്കാർ എന്തെന്ന് വെച്ചാൽ S കഴിഞ്ഞിട്ട് G1 ഉം G2 എഴുതുള്ളൂ. അപ്പോൾ തെറ്റിപ്പോകും കേട്ടോ. തിരിച്ചിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. G2 എന്ന് പറഞ്ഞ സെൽ ഗ്രോത്ത്, G1 എന്ന് വെച്ചാൽ സെൽ ഗ്രോത്ത്, ആൻഡ് S എന്ന് വെച്ചാൽ DNA സിന്തസിസ് ആണ്. S ആലോചിക്കുക, സിന്തസിസ് ആണ് കേട്ടോ, മറന്നു പോരുന്നതാണ് സെൽ സൈക്കിൾ. പണ്ട് മുതലേ ബയോളജിയിൽ പഠിക്കുന്ന കാര്യമാണ്. ഇത്രയുമാണ് നമുക്ക് സെൽ സൈക്കിൾ എന്ന് പറയാനായിട്ടുള്ളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സെൽ ഡിവിഷൻ റേറ്റ് ഇൻ ദ ബോഡി എങ്ങനെയായിരിക്കും എന്നാണ്. സോ ബേസിക്കലി റാപ്പിഡ് ഡിവിഷൻ, സ്ലോ ഡിവിഷൻ, നോ ഡിവിഷൻ എന്ന 3 രീതി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് ഡിവിഷൻ അകത്ത് പറയുന്നത് ഒരു സെൽ സൈക്കിൾ എന്ന് പറയുന്നത് 16 മുതൽ 24 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആകും എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം, 16 മുതൽ 24 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാം, റാപ്പിഡ് സെൽ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു. എന്നാൽ സ്ലോ ഡിവിഷൻ ആണെങ്കിൽ മറ്റുള്ള റാപ്പിഡ് ഡിവിഷനെ പോലെ ആയിരിക്കില്ല, കമ്പാരിറ്റീവ്ലി കുറച്ചായിരിക്കും. അതർ സെൽസ് ഡിവൈഡ് ചെയ്യുന്ന സ്ലോയിലി ആയിരിക്കും ഉണ്ടാവുന്നതാണ്. ആൻഡ് നോ ഡിവിഷൻ മീൻസ് ഫെർദർലി ഒരു മെച്ചുറേഷനോ ഇല്ല അല്ലെങ്കിൽ ഒരു ഡിവിഷനോ ഇല്ല എന്നുള്ളതാണ്. 3 തരത്തിൽ റാപ്പിഡ് ഡിവിഷൻ ഉണ്ട്, സ്ലോ ഡിവിഷൻ ഉണ്ട്, നോ ഡിവിഷൻ ആണ്. സോ സിമ്പിൾ ആണ്, മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പറയാൻ പോകുന്ന ലബീലി സെൽസ് ആണ്. സോ ലബീലി സെൽസ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. ഒരു സർട്ടൻ കണ്ടീഷനിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ഈ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അത്യാവശ്യമാണെന്ന് താനും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലബീലി സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും നോർമൽ ഫിസിയോളജി കണ്ടീഷനിൽ. ഇനി സർഫസ് എപ്പിത്തീലിയൽ സെൽസ്, അതിനകത്ത് എപ്പിഡെർമിസ്, അലിമെന്ററി ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, യൂറിനറി ട്രാക്ട്, വജൈന, സെർവിക്സ് ഒക്കെ വരുന്ന സെൽസുകൾ അല്ലെങ്കിൽ ഈ സർഫസ് എപ്പിത്തീലിയൽ സെൽസുകളൊക്കെയാണ് എന്ത്, ലബീലി സെൽസ് എന്ന് പറയാം. ആൻഡ് റീപ്രൊഡക്റ്റീവ് സെൽസ്, യൂട്രിൻ, എൻഡോമെട്രിയം സെൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എന്താണ്, ലബീലി സെൽസുമായിട്ട് ക്ലാസിഫൈഡ് ആണ്. ഇനി ബ്ലഡ് ആൻഡ് ഇമ്മ്യൂൺ സെൽസ് ആണ്. സോ ഹെമറ്റോപോയിറ്റിക് സെൽസ്, ബോൺ മാരോ അല്ലെങ്കിൽ ലിംഫ് നോഡ്സിലൊക്കെ, സ്പ്ലീൻസും ഒക്കെ എന്താണ്, ലബീലി സെൽസ് ഒക്കെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും റീജനറേഷനും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ എന്തൊക്കെയാണ്, എപ്പിത്തീലിയൽ പറഞ്ഞു, റീപ്രൊഡക്റ്റീവ് പറഞ്ഞു, ബ്ലഡ് ആൻഡ് ഇമ്മ്യൂൺ പറഞ്ഞു. ഇത്രയുമാണ് നമുക്ക് ലബീലി സെൽസ് ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈ സ്റ്റേബിൾ സെൽസ് ആണ്. സോ എന്താണ് സ്റ്റേബിൾ സെൽസ്? സോ ബേസിക്കലി സ്റ്റേബിൾ സെൽസ് അങ്ങനെ വളരില്ല കേട്ടോ. ഭയങ്കര ഒന്നെങ്കിൽ വളരത്തില്ല, ഇല്ലെങ്കിൽ അതിന് പ്രോലിഫറേഷൻ എന്ന് പറയുന്ന ഒരു രീതി, മെച്ചുറേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. സോ ഡിക്രീസ്ഡ് പ്രോലിഫറേഷൻ, അതായത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേബിൾ സെൽ ഡിക്രീസ് ഓർ ലൂസ് ദർ എബിലിറ്റി ടു പ്രോലിഫറേറ്റ് ആഫ്റ്റർ അഡോളസൻസ്. വൺസ് മെച്യൂർ ആയി കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു സെല്ല് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഒരു മെച്ചുറേഷൻ അല്ലെങ്കിൽ ഫർദർ ഒരു അഡൾട്ട്ഹുഡ് കൈൻഡ് ഓഫ് ഒന്നുമില്ല.
അവിടെ സ്റ്റോപ്ഡ് ആണ് കേട്ടോ. ആൻഡ് റീറ്റെയിൻ കപ്പാസിറ്റി സെൽസ് മൾട്ടിപ്പിൾ റെസ്പോൺസും അല്ലെങ്കിൽ ബേസിക്കലി അങ്ങനെ സ്റ്റക്ക് ഓൺ ആയിരിക്കും. അങ്ങനെ ഇപ്പം നമുക്കെല്ലാം പറയാം, ഒരു വീട് പണിയുവാണെങ്കിൽ വീടിൻ്റെ ബേസ്മെൻറ്റ് വല്ല മാറ്റം ഉണ്ടാവില്ല, ഫിക്സഡ് ആയിരിക്കും, അതിൻ്റെ പുറത്തുള്ള പണി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീറ്റെയിൻ ആയിട്ട് നടന്നിരിക്കും. ആൻഡ് ഓർഗൻ സെൽസ്, parenchymal cells of organ like liver, pancreas, kidney, adrenal, thyroid, stable cells. So basically ഏതൊക്കെ എക്സാമ്പിൾ, ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, കിഡ്നി ഉണ്ട്, അഡ്രിനൽ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ഓർഗൻ സെൽസ് എന്ന് പറയുക. സോ ഈ ഓർഗൻ സെൽസുകളെല്ലാം എന്താണ്, സ്റ്റേബിൾ സെൽസ് ആണ്, മറന്നു പോകരുത് കേട്ടോ. ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. സോ mesenchymal സെൽസിലേക്ക് സ്മൂത്ത് മസിൽ സെൽസ്, ഫിബ്രോബ്ലാസ്റ്റ്, വാസ്കുലർ എൻഡോത്തീലിയം, ബോൺ ആൻഡ് കാർട്ടിലേജ് സെല്ലുകളും സ്റ്റേബിൾ ആണ്. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ട, സ്റ്റേബിൾ സെല്ല് പ്രോലിഫറേഷൻ കുറവാണ്. സോ എക്സാമ്പിൾസ് ആണ് ഞാൻ താഴെ പറഞ്ഞത്, അത് നോക്കി പഠിക്കാം. സോ നെക്സ്റ്റ് വൺ ഇസ് പെർമനന്റ് സെല്ലാണ്. പേര് പറയുന്ന പോലെ തന്നെ പെർമനന്റ് ആണ്. ഇപ്പോൾ ന്യൂറോൺസുകളും ലൈക് നെർവസ് സിസ്റ്റമുള്ള ന്യൂറോൺസ് എല്ലാം പെർമനന്റ് ആണ് അല്ലേ, അതിലൊരു മാറ്റമില്ല. ഒരിക്കൽ വൺസ് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫർദർലി വേറെ മാറ്റി കൊണ്ടുവരാനോ ഒന്നിനും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് സ്കെൽറ്റൽ മസിൽ അങ്ങനെ തന്നെയാണ്, ഒരു പ്രാവശ്യം എബിലിറ്റി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല, ബർത്തോടെ കിട്ടുന്നതാണ്. ആൻഡ് കാർഡിയക് മസിൽ അങ്ങനെ തന്നെയാണ്. സോ വൺസ് ക്ലാസിഫൈഡ് പെർമനന്റ് സെൽസ് ആയിട്ട് തന്നെയാണ്, പക്ഷെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പെർമനന്റ് സെൽസ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് റീപെയർ പ്രോസസ് ഓവർവ്യൂ ആണ്. എങ്ങനെയാണ് റീപെയർ പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ സെൽസുകൾ എങ്ങനെയാണ് റീപെയർ നടക്കുന്നത്, നമ്മൾ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ പഠിച്ച കാര്യമാണ്, അതുകൊണ്ട് വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. ദ ഫസ്റ്റ് വൺ ഈസ് ഇഞ്ചുറി ആണ് കേട്ടോ. സോ ഇഞ്ചുറി, ദ റിപ്പയർ പ്രോസസ് ബീങ് വിത്ത് എൻ ഇഞ്ചുറി ഓഫ് ടിഷ്യൂ. ഒരു ടിഷ്യൂ ഇഞ്ചുറി ആകുമ്പോഴാണല്ലോ റിപ്പയർ പ്രോസസ് നടക്കുന്നത്, അല്ല നമുക്ക് എന്തെങ്കിലും റിപ്പയർ ആക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോ ഇഞ്ചുറി ഉണ്ടാകുന്നു. സോ ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോം ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, ചെറിയ കണക്റ്റീവ് ടിഷ്യൂസും ബ്ലഡ് വെസൽസും ഒക്കെ പുതുതായിട്ട് ഫോം ചെയ്യുന്നു. സോ അവിടെ ഫോം ചെയ്യുന്നതിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം എന്തുകൊണ്ടാണ്, അവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഫോം ചെയ്യേണ്ട, ഒന്നും പെർമനന്റ് അല്ല. സോ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, പ്രോലിഫറേഷൻ ഉള്ളതാണ്. ആൻഡ് വൂണ്ട് കൺട്രാക്ഷൻ ആണ്. സോ വൂണ്ട് എന്ത് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യുന്നു. അതിന്റെ സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. എന്ത് ചെയ്യുന്നു, സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, മറന്നു പോകരുത്. സോ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, സോ ഇഞ്ചുറി ഉണ്ടായി, ഗ്രാനുലർ ഫോം ചെയ്തു, പിന്നെ എന്തുണ്ടായി, കൺട്രാക്ഷൻ ഉണ്ടായി അല്ലേ. അതിനുശേഷം ഫൈബ്രസ് ടിഷ്യൂ റിപ്ലേസ്മെന്റ് ആണ്. അവിടെ ഉണ്ടാവുന്ന ഫൈബ്രസ് ടിഷ്യൂവിന്റെ എന്ത് നടക്കുന്നു, റിപ്ലേസ്മെന്റ് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറന്നു പോകരുത്. ഇത് ഏകദേശം ഒരു 5 മാർക്കിനൊക്കെ റിപ്പയർ പ്രോസസ്സൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം, അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും മറന്നു പോകരുത്. സെൽ സൈക്കിളൊക്കെ എഴുതി നോക്കാം. ഇവിടെ ഫൈബ്രസ് ടിഷ്യൂനെ റിപ്ലേസ് ചെയ്ത് റിപ്പയർ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ, ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അതുകൊണ്ട് മറന്നു പോകരുത്, കാര്യമായിട്ട് പഠിക്കുക, റെഫറൻസ് നോട്ടും കൂടെ വായിക്കാം. സോ നെക്സ്റ്റ് വൺ ഇസ് സെൽ ഇൻവോൾവ് ഇൻ റിപ്പയർ ആണ്. സോ ഒരുപാട് സെൽസ് ഉണ്ട്. സോ മീസെൻകൈമൽ സെൽസ് ഉണ്ട്, എൻഡോത്തിൽ സെൽസ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പാരൻകൈമൽ സെൽസ് ഉണ്ട്. സോ ഇതിന്റെ സെൽസുകളും അതിന്റെ ഫംഗ്ഷൻസും നോക്കി വെക്കുക, അത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നുള്ളത് നോക്കി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ 2-3 എക്സാമ്പിളൊക്കെ എഴുതാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ഫേസ് ഓഫ് ഇൻഫ്ലമേഷൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇൻഫ്ലമേഷൻ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഫ്ലമേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് പറയാം. ഫസ്റ്റ് വൺ ഇസ് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് അല്ലേ. സോ ഒരു ട്രോമ ഉണ്ടാവുന്നു, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു, സൈറ്റ് ഓഫ് ഇഞ്ചുറിയിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. സോ അവിടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഫോം ചെയ്യുന്നു. അതായത് വിത്തിൻ 24 hours ഓഫ് ഇഞ്ചുറിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഫോം ചെയ്യുന്നു. ആൻഡ് എക്സുഡേഷൻ, പ്ലാസ്മ, ന്യൂട്രോഫില്, മോണോസൈറ്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, ആ ബ്ലഡ് വെസലിലൂടെ എക്സുഡേറ്റ്സ് വരും. നമ്മുടെ അറിയില്ല, ഒരു മുറിവൊക്കെ വന്ന ആദ്യത്തെ കുറച്ച് ഒരു വെള്ളം പോലെയൊക്കെ കാണില്ല, അത് ഈ എക്സുഡേറ്റ്സ് ആണ് കേട്ടോ. പ്ലാസ്മ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്സ് ഒക്കെയാണ് വരിക. ആൻഡ് ഇനിഷ്യേഷൻ ഓഫ് ഹീലിംഗ് ആണ്. സോ ഈ പ്രോസസ്സൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വൂണ്ട് റിപ്പയർ ചെയ്ത് ഹീലിംഗ് ചെയ്യുക. എങ്ങനെ റിപ്പയർ ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. റിപ്പയർ പ്രോസസ് ആൻഡ് ഓവർവ്യൂ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ്. സോ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ക്ലാസ്സുകൾ കേട്ടത് കൊണ്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഈ സംശയങ്ങളോ കാര്യങ്ങളോ വരില്ല. ആൻഡ് ഫേസ് ഓഫ് ക്ലിയറൻസ് ആണ്. സോ ഇനി ക്ലിയറൻസിനെ പറ്റി പറയാൻ പോകുന്നത്. സോ പ്രോട്ടോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. ന്യൂട്രോഫിൽ റിലീസ് പ്രോട്ടോലൈറ്റിക് എൻസൈം ടു ബ്രേക്ക് ഡൗൺ ഡാമേജ് ടിഷ്യൂ. നമ്മളെ ബോഡിയിൽ ഉണ്ടായ ഡാമേജ് ടിഷ്യൂവിനെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടോലൈറ്റിക് എൻസൈംസുകൾ
ന്യൂട്രോഫിൽസ് റിലീസ് ചെയ്യും. എന്ത് ചെയ്യും? ന്യൂട്രോഫിൽ റിലീസ് പ്രോട്ടലൈറ്റിക് എൻസൈംസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഡാമേജ് ടിഷ്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോലൈറ്റിക് എൻസൈംസ് ആണ്. ഡെഡ് ടിഷ്യൂസ് ആണെങ്കിൽ ഓട്ടോലൈറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഡെഡ് ടിഷ്യൂസ് ഓട്ടോലൈറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് സെൽഫ് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നശിപ്പിച്ച് കളയണ്ടേ, കാര്യം ഓൾറെഡി നശിച്ചുപോയ സെൽസിന്റെ ആവശ്യമുണ്ടോ, ടിഷ്യൂവിന് ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാഗോസൈറ്റിക് ആക്ഷൻ ആണ്. സോ ഇവിടെയാണ് ഫാഗോസൈറ്റിസ് വരുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞു, പക്ഷേ ഫാഗോസൈറ്റ്സിന്റെ ആക്ച്വൽ ആക്ഷൻ ഇതാണ്, കാര്യം ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്യുക. ആൻഡ് വൂണ്ട് ബെഡ് ഫോർമേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ വൂണ്ട് ബെഡ് ഫോം ചെയ്ത് പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞു? പ്രോട്ടലൈറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാമേജ് ടിഷ്യൂ. സോ ന്യൂട്രോഫിൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഓട്ടോലൈറ്റിക് എൻസൈംസ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? ഡെഡ് ടിഷ്യൂസിനെ സെൽഫ് ഡിഗ്രഡേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഫാഗോലൈറ്റിക് ഫീസ് ആൻഡ് വുഡ് ബെഡ് പ്രിപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ആ മേജർ പോയിന്റ്സ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് കിട്ടാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫേസ് ഓഫ് ഇൻഗ്രോത്ത് ആണ് കേട്ടോ. സോ ആൻജിയോജെനസിസ് ആണ് പറയുന്നത്. സോ എന്താണ് ഫേസ് ഓഫ് ഇൻഗ്രോത്ത്? സോ ഇതിൽ ഫസ്റ്റ് വൺ പറയാൻ പോകുന്ന എൻഡോത്തീലിയൽ പ്രോളിഫറേഷൻ ആണ്. സോ എൻഡോത്തീലിയൽ പ്രോളിഫറേഷൻ എന്താണ്? എൻഡോത്തീലിയൽ സെൽസ് പ്രോളിഫറേറ്റ് ഫ്രം ദ മാർജിൻ ഓഫ് സെവറൽ ബ്ലഡ് വെസൽസ്. നമ്മുടെ ഒരുപാട് ബ്ലഡ് വെസൽസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? എൻഡോത്തീലിയൽ സെൽസുകൾ പ്രോളിഫറേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്. ആൻഡ് സോളിഡ് ബഡ് ഫോർമേഷൻ. സോ ഇനിഷ്യലി പ്രോളിഫറേറ്റ് ചെയ്ത എൻഡോത്തീലിയൽ സെൽസ് ഒരു സോളിഡ് ബഡ് ഫോം ചെയ്യും. എന്ത് ചെയ്യും? സോളിഡ് ബഡ് ഫോം ചെയ്യും. എങ്ങനെയാണ് പ്രോളിഫറേഷൻ നടക്കുന്നത്, ആൻജിയോജെനസിസ് നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ ഇൻഗ്രോത്ത് എങ്ങനെ നടക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ലൂമൻ ഡെവലപ്മെന്റ് ആണ്. കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ഈ ഉണ്ടായ ബഡ് ഉണ്ടാവുമല്ലോ, ഒരു ലൂമനായിട്ട് മാറും. അതായത് ബ്ലഡ് ക്യാരി ചെയ്യാൻ തുടങ്ങും. ഇതുവഴി ബ്ലഡ് ക്യാരി ചെയ്യാൻ തുടങ്ങും. ആൻഡ് വെസൽ ഡിഫറൻഷിയേഷൻ, അങ്ങനെ പുതിയ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നു. സോ ഏട്രിയോൾസ്, വെന്യൂൾസ്, കാപ്പിലറീസ് ഒക്കെ ഫോം ചെയ്യുന്നു. സോ പുതിയ ഒരു ബ്ലഡ് വെസൽ അല്ലെങ്കിൽ പുതുതായിട്ട് എങ്ങനെയാണ് ഒരു വെസൽ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ആൻജിയോജെനസിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഫേസ് ഓഫ് ഇൻഗ്രോത്ത്, ആൻജിയോജെനസിസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് എൻഡോത്തീലിയൽ സെൽസ് പ്രോളിഫറേറ്റ് ചെയ്യുന്നു, ഒരുപാട് ബ്ലഡ് വെസൽസിന് ഒരു ബഡ് ഫോം ചെയ്യുന്നു, ലൂമൻ ഡെവലപ്പ് ആവുന്നു, ആൻഡ് വെസൽ ഡിഫറൻസിയേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫേസ് ഓഫ് ഇൻഗ്രോത്തിനകത്ത് നടക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഫാക്ടർ സ്റ്റിമുലേറ്റിംഗ് ആൻജിയോജെനസിസ്. ആൻജിയോജെനസിസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് VEGF, വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ സ്റ്റിമുലേറ്റിംഗ് ആൻജിയോജെനസിസ്. സോ ബേസിക്കലി നമുക്ക് ഈ ഗ്രോത്ത് ഫാക്ടർ സ്റ്റിമുലേറ്റിംഗ് ആൻജിയോജെനസിസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫോം ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് PDGF ആണ്, പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ പ്രൊമോട്ടിംഗ് ബ്ലഡ് വെസൽ ഫോർമേഷൻ. സോ നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഗ്രോത്ത് ഫാക്ടേഴ്സ് ആവശ്യമാണ്. ആൻഡ് TGF-beta ആണ്. ഇത് നമ്മുടെ ഫാക്ടേഴ്സ് ബീറ്റയാണ് ആൻജിയോജെനസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൻജിയോജെനസിന് ഹെൽപ്പ് ചെയ്യുന്ന കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് BFGF ആണ്. സോ ബേസിക് ആയിട്ട് ഫിബ്രോബ്ലാസ്റ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് BFGF. സോ ബേസിക്കലി നിങ്ങൾ ഈ ഷോർട്ട് ഫോം പഠിക്കാതെ ആ ഒരു ലോങ് ടേം തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ ഷോർട്ട് ഫോമിലേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഫോം എഴുതിയാൽ ചിലപ്പോൾ അവർക്കത് മനസ്സിലാവണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ലോങ് ഫോം ആകുമ്പോൾ എല്ലാത്തിലും ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. അപ്പം ആ ഒരു തുടക്കം മാത്രം നോക്കിയാൽ മതിയായിരിക്കും. സോ ഫേസ് ഓഫ് ഇൻഗ്രോത്തിന്റെ ഫിബ്രോജെനസിസ് എങ്ങനെയാണ്? ഫിബ്രോജെനസിസ് എങ്ങനെയാണ്? അതായത് ലൈക്ക് ഈ മെച്ചുറേഷൻ ഒക്കെ ആയിട്ട് പുതിയ കൊളാജൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ബ്ലഡ് വെസൽസുകളൊക്കെ ഈ ഫിബ്രോബ്ലാസ്റ്റ് ആകുന്നതും അതിൻ്റെ പുതിയ ബ്ലഡ് വെസൽസുകൾ കുറയുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫിബ്രോജെനസിസ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഫിബ്രോബ്ലാസ്റ്റ് ഒറിജിൻ ആണ്. അതായത് പുതിയ ഫിബ്രോബ്ലാസ്റ്റ് ഒറിജിൻ ചെയ്യുന്നത് ഫിബ്രോസൈറ്റ്സിൽ നിന്നായിരിക്കും. എന്തായിരിക്കും? പുതിയ ഫിബ്രോബ്ലാസ്റ്റ് ഒറിജിൻ ചെയ്യുന്നത് ഫിബ്രോസൈറ്റ്സിൽ നിന്നായിരിക്കും ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് കേട്ടോ. സോ എക്സിസ്റ്റിംഗ് ഫിബ്രോബ്ലാസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുതിയ ഫിബ്രോബ്ലാസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടോ. മറന്നു പോകരുത്, ഫിബ്രോബ്ലാസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി, എന്താണ് ഈ ഫിബ്രോബ്ലാസ്റ്റ്, എന്താണ് ജെനസിസ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വരും. സോ എന്താണ് ഫിബ്രോബ്ലാസ്റ്റ്? സോ ഫിബ്രോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പുതിയ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതിനാണ് നമ്മൾ ഫിബ്രോബ്ലാസ്റ്റ് എന്ന് പറയുക കേട്ടോ. സോ ഫിബ്രോബ്ലാസ്റ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് മയോ ഫിബ്രോബ്ലാസ്റ്റ് ഫോർമേഷൻ നടക്കുന്നു. രണ്ടാമത് ബയോ ഫിബ്രോബ്ലാസ്റ്റ് ഫോർമേഷൻ. അതായത് ചില ഫിബ്രോബ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ചെറിയ സ്മൂത്ത് മസിൽ സെൽസുകളൊക്കെ ഫോം ചെയ്തുകൊണ്ട് മയോ ഫിബ്രോബ്ലാസ്റ്റുകൾ ഫോം ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ ഈസ് ഫിബ്രോബ്ലാസ്റ്റ് ഫോം ചെയ്തു മയോട്ടിക് ഡിവിഷൻ വഴി. ആൻഡ്
മയോഫിബ്രോബ്ലാസ്റ്റുകൾ ഫോം ചെയ്തു ബൈ സ്മൂത്ത് മസിൽസ് വഴി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൊളാജൻ പ്രൊഡക്ഷൻ ആണ്. സോ കൊളാജൻ ആവശ്യമാണല്ലോ അല്ലേ. സോ 6th ഡേ ഓഫ് വൂണ്ട് ഹീലിംഗിൽ കൊളാജൻ ഫോം ചെയ്യുന്നു ആൻഡ് മെച്ചുറേഷൻ ഉണ്ടാകുന്നു. മെച്ചുറേഷൻ പ്രൊസീഡ് ആകുമ്പോഴത്തേക്കും കൊളാജൻ ഫോം ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, പിന്നെയും നമ്പർ ഓഫ് ആക്റ്റീവ് ഫിബ്രോബ്ലാസ്റ്റുകൾ വീണ്ടും ഉണ്ടാകുന്നു ആൻഡ് പുതിയ ബ്ലഡ് വെസൽസുകൾ ഉണ്ടാകുന്ന കുറയുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ബേസിക്കലി പുതിയ ഫിബ്രോബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല, നമുക്ക് ആവശ്യമുള്ളത് മതിയല്ലോ. സോ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടായി കഴിഞ്ഞു, നമ്മുടെ കൊളാജൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫർദർലി അതിന്റെ ഡെവലപ്മെന്റ് ആവശ്യമില്ല. മെച്ചുറേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് ഫിബ്രോജെനസിസ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് വൂണ്ട് കൺട്രാക്ഷൻ ആണ്. എങ്ങനെയാണ് വൂണ്ട് കൺട്രാക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഇനിഷ്യേഷൻ ആണ്. വൂണ്ട് കൺട്രാക്ട് ചെയ്യുന്ന 2 മുതൽ 3 ദിവസത്തിന് ശേഷമാണ്. ആദ്യം എഡിമാറ്റിക് കണ്ടീഷൻ വന്നു, ഇൻഫ്ലമേഷൻ ഒക്കെ കുറഞ്ഞ് 2 മുതൽ 3 ദിവസത്തിന് ശേഷമായിരിക്കും വൂണ്ട് കൺട്രാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. സോ പ്രോഗ്രസ് ചെയ്യും, നെക്സ്റ്റ് 2 to 3 വീക്സിനുള്ളിൽ പിന്നെയും പ്രോഗ്രസ് ചെയ്യും ആൻഡ് വൂണ്ട് കൺട്രാക്ട് ചെയ്യും. 14 ദിവസം ആകുമ്പോൾ കറക്റ്റ് ഫുള്ളി കൺട്രാക്ട് ആയിട്ടുണ്ടായിരിക്കും ആൻഡ് വൂണ്ട് ഹീലിംഗ് തുടങ്ങും. 80% അതിൻ്റെ ഒറിജിനൽ സൈസ് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. സോ ഇനിഷ്യേഷൻ, പ്രോഗ്രഷൻ, കംപ്ലീഷൻ ആൻഡ് റിസൾട്ട് ആണ് വൂണ്ട് കൺട്രാക്ഷനിൽ വരുന്നത്. സോ മെക്കാനിസം ഓഫ് വൂണ്ട് കൺട്രാക്ഷൻ എങ്ങനെയാണ്? സോ മയോഫിബ്രോബ്ലാസ്റ്റ് റോൾ എങ്ങനെയാണ്? സോ മയോഫിബ്രോബ്ലാസ്റ്റ് ആണല്ലോ ഈ ആക്റ്റീവ് ഗ്രാനുലേഷൻ ടിഷ്യൂ ഒക്കെ കണ്ടുപിടിച്ച് ആ ഒരു സൈഡിൽ പോയിട്ട് വൂണ്ടിന്റെ കൺട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നതെല്ലാം മയോഫിബ്രോബ്ലാസ്റ്റ് തന്നെയാണ്. സോ ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് സെൽസുകൾക്ക് അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഫിബ്രോബ്ലാസ്റ്റ് ആയാലും സ്മൂത്ത് മസിൽ സെൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ ഫീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മൈഗ്രേഷൻ ആണ്. മയോഫിബ്രോബ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, വൂണ്ട് ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫൈബ്രോബ്ലാസ്റ്റിൽ നിന്ന് വൂണ്ട് ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു ആൻഡ് ആക്റ്റീവ് കൺട്രാക്ഷൻ നടത്തുന്നു. സോ ഈ മെക്കാനിസം ഓഫ് വൂണ്ട് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യം. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല, നമ്മളിന്ന് ജസ്റ്റ് ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. നമുക്ക് കുറച്ച് ടേംസ് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല എന്നുള്ളതേ ഉള്ളൂ, അതൊഴികെ ബാക്കിയല്ല ഭയങ്കര സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒന്ന് കേട്ടെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് താങ്ക് യു.